ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പിഴിച്ചിൽ കൊണ്ട് സുഖപ്പെടുമോ? പ്രിയരെ, ഗുരുദേവന്റെ സന്തത സഹചാരിയായിരുന്നു ഭൈരവൻ ശാന്തി സ്വാമികൾ. ദീർഘകാലം അരുവിപ്പുറത്തായിരുന്നു ശാന്തിയുടെ സ്ഥിരവാസം. ക്ഷേത്രത്തിലെ പൂജാതികാര്യങ്ങളും ഗുരുസേവയും ഒരു വ്രതമെന്ന പോലെയാണ് സ്വാമികൾ അനുഷ്ഠിച്ചിരുന്നത്. ഗുരുദേവനേക്കാൾ പ്രായമേറെയുണ്ടായിരുന്നു. ഗുരുഭക്തിയിൽ മറ്റാരേക്കാളും മുന്നിലുമായിരുന്നു. പ്രായാധിക്യത്തിന്റെ അവശതകളും വാതരോഗത്തിന്റെ പ്രയാസങ്ങളും നിമിത്തം ഭൈരവൻ ശാന്തി ഒരിക്കൽ വളരെ അവശനിലയിലായി കഴിഞ്ഞിരുന്നു. നല്ല ചികിത്സയോ പരിചരണമോ അദ്ദേഹത്തിന് കിട്ടുന്നതിന് അക്കാലത്ത് അരുവിപ്പുറത്ത് സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ യാതൊരു പരിഭവവും പരാതിയുമില്ലാത്തയാളായിരുന്നു ശാന്തി. അദ്ദേഹം തന്റെ അവശതകളെക്കുറിച്ചോ ആവശ്യങ്ങളെക്കുറിച്ചോ ഒരിക്കൽ പോലും ഗുരുദേവനെ അറിയിച്ചിരുന്നില്ല. എങ്കിലും ഗുരുദേവൻ അതെല്ലാം കൃത്യമായി അറിഞ്ഞ് ചെയ്തു കൊടുത്തിരുന്നു. ആയിടെ ശിവഗിരിയിൽ വെച്ച് ഒരു ദിവസം ഗുരുദേവൻ കൈക്ക് നല്ല സുഖമില്ലെന്നും വേദനയുണ്ടെന്നും ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അവർ ഉടനെ തന്നെ ചാവർക്കോട്ട് വൈദ്യനെ വിവരമറിയിച്ചു വരുത്തി. വൈദ്യൻ ഗുരുദേവന്റെ കൈ പരിശോധിച്ചിട്ട് അത് വാതത്തിന്റെ അസുഖമാണെന്ന് അഭിപ്രായപ്പെട്ടു. വൈദ്യൻ കുറച്ചു ദിവസം പിഴിച്ചിൽ നടത്തണം. ഗുരുദേവൻ, പിഴിച്ചിൽ കൊണ്ട് സുഖപ്പെടുമോ? വൈദ്യൻ, വാദശമനത്തിന് അതാണ് ഉത്തമം. ഗുരുദേവൻ, പിഴിച്ചിലിന് നേരമാകുമ്പോൾ ഭൈരവൻ ശാന്തി കൂടി നമ്മുടെ അടുത്ത് വേണം. ഗുരുദേവൻ ചികിത്സയ്ക്ക് അനുകൂലിച്ചതോടെ വൈദ്യൻ പിഴിച്ചിൽ നടത്തുന്നതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങി. ധന്വന്തരം മുക്കൂട്ട് മുഴുയോഗം അതിന്റെ വിധിപ്രകാരം ഉണ്ടാക്കിയെടുത്തു. പിഴിച്ചിലിന് കിടക്കാനുള്ള ഒരു എണ്ണത്തോണി ചാവർക്കോട്ടെ വൈദ്യശാലയിൽ നിന്നും ശിവഗിരിയിലേക്ക് എടുപ്പിച്ചു. അങ്ങനെ പിഴിച്ചിലിനുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ വേഗം പൂർത്തിയായി. അതോടെ പിഴിച്ചിൽ എന്ന് ആരംഭിക്കുമെന്ന് വൈദ്യൻ ഗുരുദേവനോട് ആരാഞ്ഞു. അപ്പോൾ തന്നെ ഗുരുദേവൻ ഒരു ദിവസം നിശ്ചയിച്ച് പറഞ്ഞ ശേഷം ചോദിച്ചു, ഭൈരവൻ ശാന്തി വന്നു ചേർന്നോ? ഒരു ശിഷ്യൻ, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പേ വന്നു ചേരുമെന്നാണ് കരുതുന്നത്. ആ പറഞ്ഞതുപോലെ തന്നെ വയോവൃദ്ധനായിരുന്ന ഭൈരവൻ ശാന്തി അന്ന് വൈകിട്ടോടെ ശിവഗിരിയിലെത്തി. അദ്ദേഹം ഗുരുദേവനെ കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. ഗുരുദേവൻ, വാതരോഗത്തിന് പ്രതിവിധി എന്തെങ്കിലും ചെയ്തുവോ? ശാന്തി, അതിനിതുവരെ സൗകര്യവും സമയവും ഒത്തുകിട്ടിയിട്ടില്ല. ഗുരുദേവൻ, നാളെ നമുക്ക് പിഴിച്ചിൽ ആരംഭിക്കുകയാണ്, അടുത്തു വേണം. ശാന്തി കൽപ്പന പോലെ. പിറ്റേന്ന് ഗുരുദേവന് പിഴിച്ചിൽ ആരംഭിക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട നേരമായി. വൈദ്യനും മറ്റു പരിചാരകന്മാരും ഭൈരവൻ ശാന്തിയും അപ്പോൾ അവിടെയുണ്ടായിരുന്നു. ഗുരുദേവൻ ഒരു സന്യാസി ശിഷ്യനുമൊത്ത് പിഴിച്ചിലിന് തയ്യാർ ചെയ്തിരുന്ന മുറിയിലെത്തി. ഉടനെ എണ്ണത്തോണിയിൽ കിടക്കുമ്പോൾ ഉടുക്കുന്നതിനുള്ള ഒരു വസ്ത്രമെടുത്ത് വൈദ്യൻ ഗുരുദേവന് കൊടുത്തു. വളരെ പഴക്കമുള്ള ഒരു എണ്ണത്തോണിയായിരുന്നു അത്. പലതരം എണ്ണയുടെ നിറവും ഗന്ധവും അതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നു. ആ എണ്ണത്തോണിയിലേക്ക് പലവട്ടം നോക്കിയിട്ട് ഗുരുദേവൻ ചോദിച്ചു, അനേകം രോഗികളുടെ പിഴിച്ചിലിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു തോണിയാണല്ലോ ഇത്, ശുദ്ധി പോരാ. അത് കേട്ടപ്പോൾ വൈദ്യന് വലിയ നിരാശയുണ്ടായി. പെട്ടെന്ന് മറ്റൊരു എണ്ണത്തോണി കണ്ടെത്തുവാൻ പ്രയാസമാകിയാൽ ഒരു മറുപടി പറയുവാൻ വൈദ്യന് ആയതുമില്ല. അത് കണ്ടിട്ട് ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു, പിഴിച്ചിലിന് ഒരുങ്ങിയതാണല്ലോ, അത് മാറ്റിവെക്കണ്ട. ഇപ്പോൾ ഭൈരവൻ ശാന്തിക്ക് ഒരു പിഴിച്ചിൽ നടത്താം, നമുക്ക് പിന്നീടാകാം. അത് കേട്ട് ഭൈരവൻ ശാന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശാന്തിയുടെ വാതരോഗത്തിന് ശമനമുണ്ടാക്കാനാണ് തൃപ്പാദങ്ങൾ വാതരോഗമുണ്ടെന്ന് പറഞ്ഞതും ഈ ഏർപ്പാടുകളെല്ലാം നടത്തിച്ചതുമെന്ന് അപ്പോൾ ശാന്തിക്കും വൈദ്യനും ബോധ്യമായി. ആ പിഴിച്ചിൽ കൊണ്ട് ഭൈരവൻ ശാന്തിയുടെ വാതരോഗം സുഖപ്പെട്ടു. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.